മണിച്ചേട്ടനെ പിന്നെ സ്ക്രീനിൽ കണ്ടപ്പോൾ അതെ, ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയ ആൾക്കാരിൽ ഒരാളാണ് മണിച്ചേട്ടൻ്റെ എൻട്രി എന്ന് പറയുന്നത്. പിള്ളേരും പൊളിച്ചടിക്കില്ലേ, ഇനി പൊളിച്ചെടുക്കും. മനുഷ്യൻ്റെ മാസലോക്കില്ല നിന്റെ മകനെ ഞാൻ കൊല്ലും. അതൊക്കെ സീൻ മ്യൂസിക് ആണെങ്കിലും ഒരു അഡീഷണലി അധികമൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്, അതുകൊണ്ട് അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മണിച്ചേട്ടൻ്റെ വില്ലൻ കട്ടക്കായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. നല്ല ഓണായിരുന്നു. ഓണായിരുന്നു, നമ്മളെല്ലാം ഡാൻസ് ഒക്കെ കളിയായിരുന്നു. സൂപ്പറായിരുന്നു, മൊത്തത്തില് വൈബായിരുന്നു. ഇപ്പം ഇത്ര അന്ന് 2007 ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ പടം വന്നു. അപ്പോൾ അന്ന് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അതാണ് ഇന്ന് ഫസ്റ്റ് ഷോക്ക് തന്നെ വന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വർഷത്തിന് ശേഷം പടം ഇറങ്ങുമെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഇപ്പോൾ ഈ സിനിമ എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് ആണെങ്കിലും എന്താ പറയുക, ക്യാരക്ടേഴ്സ്, ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും അത്രയും ഗംഭീരമായിട്ടുള്ള പടം. അപ്പോൾ എന്തുകൊണ്ടും റിലീസ് ചെയ്യാൻ പറ്റിയ പടങ്ങളിലൊരു ബെസ്റ്റ് പടം തന്നെയായിരുന്നു. മണിച്ചേട്ടനെ പിന്നെ സ്ക്രീനിൽ കണ്ടപ്പോൾ അതെ, ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയ ആൾക്കാരിൽ ഒരാളാണ് മണിച്ചേട്ടൻ്റെ എൻട്രി എന്ന് പറയുന്നത്. കാരണം ഇന്നില്ലല്ലോ കൂടെ, അപ്പം അത്രയും ഗംഭീര ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ആളാണ്. അടിപൊളിയായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഓരോ സീനും എൻജോയ് ചെയ്ത് തന്നെ എല്ലാവരും കണ്ടു. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു. പിന്നെ പണ്ട് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, പക്ഷെ ഇപ്പോൾ കാണാൻ പറ്റിയ നല്ല സന്തോഷമുണ്ട്. മണിച്ചേട്ടനെ പിന്നെ സ്ക്രീനിൽ കണ്ടപ്പോൾ കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയി പോയി. അതൊക്കെ പണ്ടത്തെ ആ വൈബ് ഇപ്പോഴും കിട്ടിപ്പോൾ. തലയും പിള്ളേരും പൊളിച്ചടിക്കില്ലേ, ഇനി പൊളിച്ചെടുക്കും. അപ്പോയിൻമെൻറ്റിലൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ മോസ്റ്റ് ഇറക്കിയിരിക്കുന്നത് അത് കാണാൻ വേണ്ടി തന്നെയാണല്ലോ. സോ അത് മാക്സിമം യൂസ് ചെയ്യുക, നല്ല തിയേറ്റർ ചൂസ് ചെയ്യുക. ഹൗസ്ഫുള്ള് കയറി ഒരു ഫസ്റ്റ് ഷോ കണ്ട ഒരു ഫീല്, ലാൽട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ, ലാൽട്ടൻ്റെ പാട്ട്, മണിച്ചേട്ടൻ്റെ ഇൻട്രോ കയറി മനുഷ്യൻ്റെ മാസലോക്കില്ല നിന്റെ മകനെ ഞാൻ കൊല്ലും. അതൊക്കെ സീൻ ലൈക്ക് നമ്മൾ അന്ന് ഇപ്പൊ നോക്കുമ്പോൾ അവരുടെ അഭിനയം എത്രത്തോളം സെറ്റിലായിരുന്നു, എത്രത്തോളം എന്താ പറയുക, എന്നെ ഫട്ടായിരുന്നു. സൂപ്പർ എന്ന് പറയില്ല. നമ്മൾ ഈ പാട്ട് ഇട്ടിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു വീണ്ടും സ്ക്രീൻ 4K റെസൊല്യൂഷൻ? നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന കാര്യങ്ങളാണല്ലോ ഈ സിനിമ. ഒരു 100 തവണ റിപ്പീറ്റായി കണ്ടിട്ടുണ്ടാവും. 2007 എനിക്ക് എന്തോ 10 വയസ്സോ 11 വയസ്സോ എന്തോ ഉള്ളൂ. ആ പ്രായത്തിൽ കണ്ട ഒരു സിനിമ, അന്ന് ബിഗ് സ്ക്രീനിലൊക്കെ മിസ്സായൊരു സിനിമ. അപ്പോൾ അത് നമുക്ക് എപ്പോഴും മനസ്സിൽ തോന്നും, ഈ സിനിമ എപ്പോഴെങ്കിലും തിയേറ്ററിൽ കാണണം, ഒരു ഫാൻസിൻ്റെ ഒപ്പം വരുന്ന ഒരു നല്ലൊരു ഓഡിയൻസിൻ്റെ ഒപ്പം ഇരുന്ന് കാണണമെന്നല്ല. അപ്പോൾ അത് നടന്നപ്പോൾ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരുന്നു നമുക്ക്. ആ എക്സ്പീരിയൻസ് ഇപ്പോൾ ഈ സിനിമ രാജമാണിക്യോല മലയാളത്തിലെ ബെസ്റ്റ് എൻ്റർടൈനേഴ്സാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു വൈബിലിരുന്ന് കാണാൻ പറ്റണമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അത് നടന്നപ്പോൾ ഒരു നല്ലൊരു ആശ്വാസം, നല്ലൊരു സന്തോഷം. ആ പാട്ടുകളും മോഹൻലാലിൻ്റെ ആ കോമഡി ആയാലും പിന്നെ ആക്ഷൻ സീൻസും എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മണിച്ചേട്ടൻ്റെ ഇൻട്രോ സമയത്ത് മണിച്ചേട്ടൻ നമ്മൾ മിസ്സായെങ്കിലും നമ്മളിപ്പോഴും ഓർക്കുന്ന ഒരു നടനാണ്. അപ്പോൾ പുള്ളിയുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ക്യാരക്ടറാണ് നടേഷൻ എന്ന് പറയുന്നത്. ഡയലോഗായാലും ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം സൂപ്പറാണ്. അത് സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഇൻട്രോക്ക് തന്നെ ആ കയ്യടി കിട്ടി നമുക്ക് മനസ്സിലാവും. നായകന് കിട്ടി അതേ കയ്യടി വില്ലനും കിട്ടി. അതാണ് ആ ഒരു പവർഫുൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇത്. അത് നല്ലൊരു ഇതായിരുന്നു. നമുക്ക് മണിച്ചേട്ടനെ എന്നും ഓർമ്മിക്കാൻ പറ്റിയ ഒരു സിനിമ കൂടിയാണ് ഇതല്ല. ഇത് 4K ഈ പടം അത്രയ്ക്ക് ഒരു പഴയ പടമല്ല, അതുകൊണ്ട് തന്നെ റീമാസ്റ്റർ ചെയ്തെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി വ്യത്യാസം തോന്നിയില്ല. അത് അത്രയ്ക്ക് ഒരു ദേവദൂതൻ മണിച്ചിത്താടൊക്കെ പഴയൊരു സിനിമയാണ്. ഇത് അത്രയും ഒരു വ്യത്യാസമില്ല. മ്യൂസിക് ആണെങ്കിലും ഒരു അഡീഷണലി അധികമൊന്നും ആഡ് ചെയ്തിട്ടില്ല. സിനിമയിൽ ഉള്ളത് എന്താണോ അതൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. വേറെ എടുത്ത് പറയാൻ പഴയ ഒരു പോരായ്മയായിട്ട് പറയാൻ ഒന്നും തന്നില്ല. പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി വൈസിൽ എല്ലാം കൂടെ ഓക്കെ ആയിരുന്നു പടം.